സുജിത്തെ, അടുത്ത ഡോസ് വേണ്ടി വരുമോ? അത്തരം എന്തെങ്കിലും കണക്കുകൂട്ടലുകൾ, അത്തരം പുതിയ വിവരങ്ങൾ RT സംഘം നൽകുന്നുണ്ടോ? ഗണ്ണുമായി ബയോളജിസ്റ്റ് വിഷ്ണു വീണ്ടും അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അടുത്ത ഡോസ് വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ അജേഷ് മോഹൻദാസ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആന വെടി കൊണ്ട ശേഷം ആ നിന്ന സ്ഥലത്ത് തന്നെ അവിടെ നിന്നൊന്ന് തിരിഞ്ഞു എന്നതൊഴിച്ചാൽ അത് മറ്റൊരു ഭാഗത്തേക്കും മാറാതെ തന്നെ അവിടെ തന്നെ നിലയുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആനയെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ്, ആനിമൽ ആംബുലൻസ് സജ്ജമായിട്ടുണ്ട്. അവിടെ നിന്നും കുങ്കിയാനകൾ എത്തിച്ച ശേഷം അതിൻ്റെ അകമ്പടിയോടെയാകും ഈ ആനയെ ഇതിലേക്ക് കയറ്റുക, ലോറിയിലേക്ക് കയറ്റുക. ലോറിയിൽ അവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്ന മുത്തങ്ങയിലേക്കായിരിക്കും. അതിനിടയിൽ മുത്തങ്ങയിൽ എത്തിച്ച ശേഷം അതിൻ്റെ ആരോഗ്യസ്ഥിതിയെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ആനയെ ഇവിടെ നിന്നും മുത്തങ്ങയിൽ നിന്നും നേരെ കൊണ്ടുപോകുന്നത് ബന്ദിപ്പൂർ വനമേഖലയിലേക്കാണ്. ബന്ദിപ്പൂർ വനമേഖലയിലെ ഹൂഡി എന്ന് പറയുന്ന പ്രദേശത്ത്, ഹൂഡി റേഞ്ചിന് കീഴിലുള്ള സ്ഥലത്ത് വിടണമെന്നുള്ള നിർദ്ദേശമാണ്. അതാണ് കർണാടക വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ധാരണ പാലിക്കാനുള്ള സാധ്യതയാകും കേരള വനം വകുപ്പും ചെയ്യാനുള്ള സ്ഥിതി. ഉത്തരവിൽ, അതായത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇറക്കിയ ഉത്തരവിലും പറയുന്നത് അക്കാര്യം തന്നെയാണ്. ആ ഹൂഡി റേഞ്ചിന് കീഴിൽ കർണാടകയിൽ തന്നെ തിരികെ വിടണം. കർണാടകയുടെ ആനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, കർണാടക വനമേഖലയിലുള്ള ആനയാണ്, അതിൻ്റെ റേഡിയോ കോഡർ ഘടിപ്പിച്ചത് കർണാടകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ആ മേഖലയിൽ വിടണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത ഡോസ് വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ വെടി ഉതിർത്തത് ഏതാണ്ട് 30 മീറ്റർ മാത്രം അകലെ നിന്നാണ് വെടി ഉതിർത്തത്. കൃത്യമായ രീതിയിൽ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അത് ആന വാഴത്തോട്ടത്തിനകത്തായിരുന്നു. പക്ഷേ അത് പാളി. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ആന കൃത്യമായ രീതിയിൽ തന്നെ ആ ഡാർട്ട്, ഒരു ഫൈൻ ഡാർട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, കൃത്യമായ രീതിയിൽ പെർഫെക്റ്റായി തന്നെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുവാണ് വെടി ഉതിർത്തത്. വിഷ്ണു വെടി ഉതിർത്ത വെടി ആനയുടെ പൃഷ്ഠഭാഗത്ത് കൊണ്ടു. അതിനുശേഷം ആന ഒന്ന് തിരിഞ്ഞ് കൃത്യമായ രീതിയിൽ തന്നെ അത് മറ്റെവിടേക്കും ഓടാതെയോ മറ്റും അതിനൊന്നും തയ്യാറാകാതെ അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇനി കുങ്കിയാനകളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അടുത്ത ഘട്ടം. കുങ്കിയാനകളെ കൊണ്ടുപോയ ശേഷമാകും അവിടെ നിന്നും പതുക്കെ ഈ ആംബുലൻസിലേക്ക്, അതായത് ഈ ആനിമൽ ആംബുലൻസിലേക്ക് ആനയെ കയറ്റുക. ലോറിയിൽ മരം കെട്ടിയ അതിൻ്റെ മുകളിലേക്ക് വടം കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ബന്ധിപ്പിച്ച ശേഷമാകും ആനയെ അവിടെ നിന്നും നേരെ മുത്തങ്ങയിലേക്കാകും കൊണ്ടുപോവുക. മുത്തങ്ങയിൽ നിന്നും അധിക ദൂരമില്ല ബന്ദിപ്പൂർ വനമേഖലയിലേക്ക്, ഈ പറയുന്ന പ്രദേശത്ത് വലിയ ദൂരമില്ല. ആ ദൂരത്തേക്ക് ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്താനുള്ള സാധ്യതയായി കാണാൻ കഴിയുന്നത്. എന്തായാലും ദൗത്യം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ദൗത്യം വിജയിച്ചിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ആനയെ കൃത്യമായ രീതിയിൽ തന്നെ വെടിയുതിർക്കാൻ വേണ്ടി, മയക്കുവെടി ഉതിർക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് ആ ദൗത്യം വിജയിക്കുവാനും സാധിച്ചു. അത് വിജയിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും ഇനി നടപ്പിലാക്കേണ്ട നടപടിക്രമം എന്ന് പറയേണ്ടത് ആനയെ സുഗമമായ രീതിയിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കുങ്കിയാനകളുടെ സഹായത്താൽ ആനയെ എത്തിക്കുക. ആനയെ എത്തിച്ച ശേഷം അതിന് ശേഷമാകും, ആനയെ എത്തിച്ച ശേഷം അതിന് നേരെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാകാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൗത്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു വനംവകുപ്പ്. അതിൻ്റെ ആശ്വാസം എന്തായാലും വനംവകുപ്പെ സംബന്ധിച്ചുണ്ട്. 12 മണിക്കൂറിലേറെയായി ഈ ആന വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് മാനന്തവാടി മേഖലയെ നിശ്ചലമാക്കിയിരുന്ന സ്ഥിതിയിലേക്ക്, നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനെ ഇപ്പോൾ നിലവിൽ കീഴടക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. കർണാടക വനം വകുപ്പ് തണ്ണീർ എന്ന് പേരിട്ട് വിളിച്ച കാട്ടുകൊമ്പൻ, അത് ഹാസൻ മേഖലയിൽ, ബേലൂർ മേഖലയിൽ വലിയ അളവിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച കൊമ്പൻ, ആ കൊമ്പനാണ് ഇപ്പോൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലേക്ക് വരികയും അങ്ങനെ ഈ വനംവകുപ്പ് ദ്രുതകർമ്മ സേനാ സംഘങ്ങൾ ഇടപെട്ട് ആ ആനയെ കീഴടക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വസ്തുത. ആ ഒരു ആശ്വാസം എന്തായാലും ആളുകളെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു.
ശരി, സുജിത്ത് തുടരുക. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തണ്ണീർക്കൊമ്പൻ ഏതാണ്ട് മയക്കത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ആ സിറിഞ്ച് നമുക്ക് ആനയുടെ ദേഹത്ത് കാണാം. ഇനി അടുത്ത വീണ്ടും മരുന്ന് വേണ്ടി വരുമോ എന്ന കാര്യത്തിലൊക്കെയുള്ള തീരുമാനങ്ങൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള അടുത്ത ഘട്ടം ഇപ്പോൾ സമയം 5:50 ആയിരിക്കുന്നു. 6 മണിക്ക് ഇനി 10 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് 13-ാം മണിക്കൂറിലേക്ക് ഈ ദൗത്യം കടക്കും, അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ട് 13 മണിക്കൂർ പൂർത്തിയാകും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഈ സൂര്യപ്രകാശം പൂർണ്ണമായി നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആനയെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള, ലോറിയിലേക്കൊക്കെ കയറ്റാനുള്ള ശ്രമങ്ങൾ അത് ഏത് രീതിയിലാണ് ഏകോപിപ്പിക്കേണ്ടതൊക്കെയുള്ള തീരുമാനങ്ങൾ അത് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. ഇത്രയും സംഘം, RRT സംഘം അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബയോളജിസ്റ്റ് വിഷ്ണു ആണ് നേരത്തെ വെടിയുതിർത്തത്, മയക്കുവെടി വെച്ചത്. അതിനുശേഷം വീണ്ടും വേണ്ടി വരുമോ എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ നടക്കുന്നു. വേണ്ടി വരുവാണെങ്കിൽ അടുത്ത ഡോസ് വെക്കും. അതിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അവരെ നിരീക്ഷിക്കുകയാണ് വളരെ ക്ലോസ് ആയിട്ട്. സുജിത്ത് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 30 മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ RRT സംഘത്തിൽ നിന്നും 30 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ തണ്ണീർക്കൊമ്പൻ ഉള്ളത്. എല്ലാവരുടെയും മനസ്സിൽ ഈ അരിക്കൊമ്പൻ ദൗത്യം ഉള്ളതുകൊണ്ട് തന്നെ പല പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, അരിക്കൊമ്പൻ ദൗത്യം പോലെ തന്നെ ഇത് ഇനിയും ഏറെ നേരം നീണ്ടുപോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്കറിയാം 5 തവണ വെടിവെച്ച ശേഷമാണ് അന്ന് അരിക്കൊമ്പനെ പൂർണ്ണമായും വരുതിയിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ ആദ്യ ഡോസ് വെടിപൊട്ടിച്ചു. അത് തുടർന്ന് ഇപ്പോൾ ഏതാണ്ടൊരു മയക്കാവസ്ഥയിലേക്ക് ആന നീങ്ങുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അത് വ്യക്തവുമാണ്. എങ്ങോട്ടും മാറാതെ എവിടത്തേക്കും നീങ്ങാതെ ആന അവിടെ നിലകൊള്ളുന്നുണ്ട്. സജോ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. സജോ, ഇനിയുള്ള പ്രശ്നം ഒരുപക്ഷെ ഈ 6 മണിയാവുന്നു, സൂര്യപ്രകാശമൊക്കെ പോയി തുടങ്ങും. അപ്പോൾ ഇനി കുങ്കിയാനകളെ കൊണ്ടുവരിക, വാഹനം തയ്യാറാക്കുക, അതിലേക്ക് കയറ്റുക, ഇതിനൊക്കെയുള്ള സമയം ഇനി വളരെ പെട്ടെന്ന് തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? പ്രജിൻ, തണ്ണീർക്കൊമ്പൻ ഏതായാലും മയങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ എന്ന് മാത്രമല്ല, അതിലൊരു സവിശേഷ കാര്യം എടുത്തു പറയാനുള്ളത്, 2 ആഴ്ചക്കിടെ 2ാമത്തെ മയക്കുവെടിയാണ് ഈ കൊമ്പന് കിട്ടുന്നത്. നേരത്തെ ഹാസനിൽ നിന്ന് ജനുവരി 16-നാണ്, അതായത് ഈ മാസം തന്നെ 16-ാം തീയതിയാണ് മയക്കുവെടി വയ്ക്കുകയും പിന്നീട് നാഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ വനമേഖലയിൽ തുറന്നുവിടുകയും ചെയ്തത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ കൂടുതൽ ഡോസിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം സമീപകാലത്ത് തന്നെ 2ാമത്തെ, അതായത് 2 ആഴ്ചക്കിടെ 2ാമത്തെ മയക്കുവെടിയാണ് ഈ കൊമ്പന് കിട്ടുന്നത് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഇപ്പോൾ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ആനയെ നിരീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. എലിഫൻ്റ് ആംബുലൻസ് റെഡിയാണ്. നേരത്തെ തന്നെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. എലിഫൻ്റ് ആംബുലൻസ് റെഡിയാണ്. ഒപ്പം 3 കുങ്കിയാനകൾ മുത്തങ്ങയിൽ നിന്ന് എത്തിച്ച വിക്രം സൂര്യ, ഒപ്പം കോന്നി സുരേന്ദ്രൻ, 3 കുങ്കിയാനകളും സ്ഥലത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കുങ്കിയാനകളെ ഈ ആനയുടെ സമീപത്തേക്ക്, തണ്ണീർക്കൊമ്പന് സമീപത്തേക്ക് എത്തിക്കും. എലിഫൻ്റ് ആംബുലൻസ് തയ്യാറാണ്. കുങ്കിയാനകളെ ഉപയോഗിച്ചാകും നിരീക്ഷിച്ച് അതിൻ്റെ മയക്കവും മറ്റുമൊക്കെ നിരീക്ഷിക്കും. അതിനുശേഷമായിരിക്കും ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് എലിഫൻ്റ് ആംബുലൻസിലേക്ക് കയറ്റുക. അതിനുശേഷം നേരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവുണ്ട്. കൃത്യമായി തന്നെ കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് അവരുടെ തന്നെ നിരീക്ഷണത്തിൽ ഇരുന്ന ആനയാണ്. അതുകൊണ്ട് ബന്ദിപ്പൂർ മേഖലയിൽ നിന്ന് തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ്, ഹാസൻ നഗർഹോള ഭാഗമാണ് അത് പിടികൂടിയത്. ബേലൂർ ഡിവിഷൻ ഭാഗത്തു നിന്നാണ്. ഹാസൻ, കർണാടകയുടെ ഹാസൻ ബേലൂർ ഡിവിഷനാണ്. അവിടെ ഹാസൻ റേഞ്ചും ബേലൂർ ഡിവിഷനുമാണ്. അവിടെ നിന്നാണ് പിടികൂടി വനത്തിലേക്ക് അയച്ചത്, നഗർഹോളയിലേക്ക് അയച്ചത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ മടക്കി അയക്കുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇനി ആനയെ ഒന്ന് നിരീക്ഷിക്കുക, പൂർണ്ണമായ ഒരു മയക്കത്തിലേക്ക്, ഒരു പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുങ്കിയാനകളെ പരിപൂർണ്ണമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. അതിനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. ആനയൊന്ന് അല്പം കൂടി നിരീക്ഷിക്കുക. അതിനുശേഷം കുങ്കിയാനകൾ നേരത്തെ തന്നെ തയ്യാറായതിന് തൊട്ട് സമീപത്ത് തന്നെ ഒരു 200 മീറ്റർ അടുത്ത് തന്നെ കുങ്കിയാനകളുണ്ട്. അവയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. പിന്നീട് എലിഫൻ്റ് ആംബുലൻസാണ്. ആംബുലൻസും സജ്ജമാണ്. നേരത്തെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ നിർദ്ദേശാനുസരണം പൂർത്തീകരിച്ചിരുന്നു. ആ എലിഫൻ്റ് ആംബുലൻസും ഇങ്ങോട്ടേക്ക് എത്തിക്കും. പിന്നീട് അതിൽ കയറ്റുക, നേരെ മറ്റ് എന്തെങ്കിലും ഈ 2ാമത്തെ മയക്കുവെടി ആയതുകൊണ്ട്, 2 ആഴ്ചക്കിടെ 2ാമത്തെ മയക്കുവെടി ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആരോഗ്യം ഒന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി നൽകുക. അതിനുശേഷം നേരെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുക. അവിടെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തുറന്നു വിടുക എന്നതാണ് ഈ ഉത്തരവ്. ഈ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് തന്നെ ഏതാണ്ട് ഒരു 2 മണിക്ക് ശേഷമാണ് അത് സംബന്ധിച്ച് കൃത്യമായൊരു നിർദ്ദേശം പുറത്തു വരുന്നത്. അതുവരെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ. ആദ്യം തുരത്താൻ കഴിയുമോ എന്നതൊക്കെയായിരുന്നു ആലോചന. അത് അപ്രായോഗികമാണ് എന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ, ഇവിടെ എത്തിയ CCFും ഒപ്പം നോർത്തേൺ സൗത്തേൺ വയനാട്ടിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നേരത്തെ തന്നെ കണ്ണൂരിലെ DFO അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും അവർ കൃത്യമായി തന്നെ ഇവിടെ നിന്ന് തുരത്തൽ പ്രായോഗികമല്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് മുകളിലേക്ക് പോവുകയും പിന്നീട് ആ ഉത്തരവ് ഇറങ്ങി വരാൻ ഏതാണ്ട് 12-13 മണിക്കൂർ അധികം സമയം ജനവാസ മേഖലയിലൂടെ തന്നെ കഴിഞ്ഞ കൊമ്പനാണ്. ആ കൊമ്പനാണ് ഒടുവിൽ എന്തായാലും പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ
കഴിയും വിധം ഒരു സാഹചര്യം ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഒരുങ്ങിയത്. ഒരു 2 മണിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഉത്തരവ്, മയക്കുപിടി തന്നെ എന്നൊരു ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം, അവിടെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്, കുറെ ആൾക്കാരോട് അവിടെ നിന്ന് മാറിപ്പോകാൻ നിർദ്ദേശം നൽകുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഇനി വീണ്ടും ഒരു മയക്കുപിടി വെക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വീണ്ടും അടുത്ത ഡോസ് കൊടുക്കേണ്ടി വരുമോ? അതുകൊണ്ടാണോ? അല്ല, ഈ പറയുന്നത് പോലെ 6 മണി ആവുന്നു, ഇനിയിപ്പോൾ പ്രകാശം കുറഞ്ഞു വരും, വെളിച്ചം കുറഞ്ഞു വരും, അപ്പോൾ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വേണ്ടി വരുമോ? സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ എന്താ പറയുക, വാഹനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്, വാഹനം എത്തിച്ച ശേഷം മാത്രമായിരിക്കും കുങ്കിയാനകളെ ഇറക്കുക. അപ്പോഴൊക്കെ സമയം ഏതാണ്ട് കടന്നു പോകും. അപ്പോൾ അത്തരം സംവിധാനങ്ങളും ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കേണ്ടതില്ലേ? അത് നടക്കുന്നുണ്ടോ? അത്തരം തീരുമാനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? പ്രജിന് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. കാരണം ഇങ്ങോട്ടേക്ക് എലിഫന്റ് ആംബുലൻസ് എത്തിക്കേണ്ടതുണ്ട്. എലിഫന്റ് ആംബുലൻസ് എന്നത് ലോറിയിൽ തന്നെ തയ്യാറാക്കുന്ന, നമുക്ക് ഇതിനകം തന്നെ പല ഓപ്പറേഷൻസും മലയാളികൾ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ആ ക്രമീകരണമാണ്, അതിനുവേണ്ടി ഉള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ് അവിടെയുള്ളത്. ആ വാഹനം അങ്ങോട്ടേക്ക് എത്തിക്കണം, ഒപ്പം ആ കുങ്കിയാനകളെയും എത്തിക്കണം. അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക എന്നത് മാത്രമേ ഉള്ളൂ. മറ്റു തടസ്സങ്ങളൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ആളുകളുടെ പരിസരത്തൊക്കെ, ആളുകളുടെ വലിയ തോതിൽ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ ഓപ്പറേഷൻ, ഈ ദൗത്യം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അവരുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഈ കാര്യത്തിലില്ല. കാരണം ഈ ദൗത്യം ഏതായാലും വിജയം കണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് ദൗത്യസംഘവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് എലിഫന്റ് ആംബുലൻസ് എത്തിക്കുക, കുങ്കിയാനകളെ എത്തിക്കുക എന്നതാണ് അവശേഷിക്കുന്നത്. ശരി സാജു, തുടരുക. പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് തിരികെ എത്താം. എന്തായാലും തണ്ണീർക്കൊമ്പൻ ദൗത്യം അതിന്റെ ആദ്യഘട്ടത്തിൽ വിജയം കണ്ടിരിക്കുന്നു, അതിനെ വെടിവെച്ച് ഇരിക്കുന്നു. അത് മയക്കത്തിലുള്ള പാതയിലാണ്. ഇനി അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത മിനിറ്റുകളിൽ കുങ്കിയാനകളെ എത്തിച്ച് അതിനെ വാഹനത്തിലേക്ക് അയറ്റുകയും പിന്നീട് മുത്തങ്ങയിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവിടെ RRT സംഘം തുടരുന്നുണ്ട്.